ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 34 ഇല്ലസ്ട്രേഷൻ 12 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ മാർച്ച് 2016 പബ്ലിക് എക്സാമിനേഷന് ഒരു എമൗണ്ട് പോലും വ്യത്യാസമില്ലാതെ അതേപടി ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊരു കോംപ്രിഹെൻസീവായ ക്വസ്റ്റ്യനാണ്. അല്പം ക്ഷമയോടുകൂടി കേട്ട് മനസ്സിലാക്കി ചെയ്തു പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡഡ് മാർച്ച് 31, 2015 ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് 2015 മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് മാർച്ച് 31, 2015. 2015 മാർച്ച് 31 അവസാനിക്കുന്ന ആ കാലയളവിലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വായിച്ചു നോക്കി ഇതിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ഇൻകംസ്, എക്സ്പെൻസസ് ഏതൊക്കെയാണ്, ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ. എന്താണ് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ. അതായത് ഈ ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന വർഷം കയ്യിൽ മിച്ചമുള്ള ക്യാഷ് 41,000 ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള ക്യാഷാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പോകേണ്ടുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻസ് ഇൻകം ആണ്. ഇവിടെ 3,56,800 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ കിട്ടിയിരിക്കുന്ന തുക. ഇതിൽ 7,200 രൂപ 2013-14 കാലയളവിലേതാണ്. 3,37,600 രൂപ 14-15 കാലയളവിലെയാണ്. 12,000 രൂപ 2015-16 കാലയളവിലാണ്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകാം. ഇവിടെ എൻഡ് ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടുണ്ട് 2015 മാർച്ച് 31. അപ്പോൾ അത് ആരംഭിക്കുന്നത് ഏത് ഡേറ്റിലാണ്? 1 ഏപ്രിൽ 2014 അല്ലേ. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ 14-15 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 13-14 എന്ന് പറയുമ്പോൾ അത് പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടിയിരുന്നതാണ്. കിട്ടിയത് ഈ വർഷമാണെന്ന് മാത്രം. ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലാണ് കിട്ടിയത് ഈ 7,200. 3,37,600 രൂപ എന്ന് പറയുന്നത് 14-15 അതെന്ന് പറയുന്നത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെയാണ്. ഇനി 15-16 എന്ന് പറയുമ്പോൾ ഏതാ? നെക്സ്റ്റ് ഇയർ വരുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ വരുന്ന വർഷത്തെ സബ്സ്ക്രിപ്ഷൻ്റെ തുക 12,000 രൂപ ഈ കൊല്ലമേ കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലേ. അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലെയാണ്. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ ഇൻഫോർമേഷൻ അത് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ഡിസ്കസ് ചെയ്യുന്ന കൂടെ ഞാൻ പറയാം. ഈ എൻട്രൻസ് ഫീസ് നമുക്കറിയാം ഇൻകമാണ്. 16,000 രൂപ എൻട്രൻസ് ഫീസ് ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. ലോക്കർ റെൻറ്റ് 58,000. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലോക്കർ ഉണ്ടായിരുന്നത് വാടകയ്ക്ക് കൊടുത്ത് 58,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതും ഈ ഓർഗനൈസേഷൻ്റെ ഇൻകമാണ്. റവന്യൂ ഫ്രം റീഫ്രഷ്മെൻറ്റ്. റീഫ്രഷ്മെൻറ്റ് ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്തോ അങ്ങനെയൊക്കെ നമുക്ക് 48,000 രൂപ റവന്യൂ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിക്ഷേപത്തിൽ നിന്നും 56,000 രൂപ ഇൻകം കിട്ടിയിട്ടുണ്ട്. അതും ഇൻകമാണ്. അപ്പോൾ ഇതെല്ലാം ഇൻകമാണ് ഈ 4 ഐറ്റം എന്ന് പറയുന്നത്. ഇനി പേയ്മെൻറ്റ് സൈഡ് നോക്കാം. സാലറീസ് ആൻഡ് വേജസ്. സാലറിയും വേജസുമായിട്ട് ടോട്ടൽ 88,000 രൂപ പേ ചെയ്തിട്ടുണ്ട്. അതിൽ 4,800 13-14 കാലയളവിലെയാണ്. 13-14 എന്ന് പറയുമ്പം ഏതാണ്? പ്രീവിയസ് ഇയർ അല്ലേ. അപ്പം ഈ 4,800 രൂപ 88,000-ൽ 4,800 രൂപ പ്രീവിയസ് ഇയറിലെ സാലറി കുടിശ്ശിക കൊടുത്തിരിക്കുന്നതാണ്. ഇനി 14-15 83,200 രൂപയാണ്. അതെന്ന് പറഞ്ഞാൽ 14-15 നമുക്കറിയാം കറണ്ട് ഇയർ ആണ് അല്ലേ. അത് ഈ വർഷം സാലറി ആൻഡ് വേജ് ഇനത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, ഈ 13-14 കൊടുത്തിരിക്കുന്ന ഈ
സാലറി ആൻഡ് വേജ് എന്ന് പറയുന്നത് അത് എവിടെ വരേണ്ടതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഐറ്റം അല്ലേ? കഴിഞ്ഞ വർഷം സാലറി കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണല്ലോ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ അത് എവിടെ കാണിക്കേണ്ടതാണ്? ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ, അതായത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുമ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ്. പിന്നെ ഈ വർഷത്തെ പേയ്മെന്റ് ആയിട്ട് സാലറി പേയ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 83,200 രൂപയാണ്. അത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലും കാണിക്കേണ്ടതാണ്. സൺട്രി എക്സ്പെൻസസ് നമുക്കറിയാം എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. 37,000 രൂപയുണ്ട്. ഫ്രീ ഹോൾഡ് ലാൻഡ്, അത് 60,000 രൂപയുടെ ഫ്രീ ഹോൾഡ് ലാൻഡ് ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്താണ്? അവരുടെ അസറ്റ് ആണ് അല്ലേ? ലാൻഡ് അല്ലേ? അതെന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് സ്റ്റേഷനറി 16,000, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 16,000 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ 5 ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദിസ് ഇയർ കണ്ടുപിടിക്കണം. അതിന് സെപ്പറേറ്റ് കാൽക്കുലേഷൻസ് നടത്തി അത് കണ്ടുപിടിക്കേണ്ടതാണ്. ആ കൺസ്യൂം ചെയ്ത പോർഷൻ വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുവാനായിട്ട്. ഇനി റേറ്റ്, അതായത് എന്തിനെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കുമല്ലോ ഈ റേറ്റ്. അപ്പോൾ റേറ്റ് ഇനത്തിൽ 24,000 അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ റേറ്റ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻഡിച്ചറായിട്ട് എഴുതേണ്ടതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. റീഫ്രഷ്മെൻറ്റ് എക്സ്പെൻസ്, അതും എക്സ്പെൻസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ടെലിഫോൺ ചാർജസ് 4,000, അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. എക്സ്പെൻസ് ആണല്ലോ ഇതെല്ലാം. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണല്ലേ? അതെവിടെയാണ് എഴുതേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. 2,50,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓഡിറ്റ് ഫീസ് അതെന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് ആണല്ലേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ആണ്. ബാലൻസ് സീഡ് ഇതെന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ഓർഗനൈസേഷൻ്റെ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ മിച്ചം കയ്യിൽ എത്ര രൂപയുണ്ട്? 53,300 രൂപയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ഇത്രയും തുക മിച്ചമിരിക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ഓക്കെ, നമുക്ക് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഓരോ ഐറ്റവും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻസും കൂടി വായിച്ച് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കി എടുക്കാം. ഫസ്റ്റ്, there are 1,800 members, each paying an annual subscription of ₹200. ₹8,000 were in arrears for 2013-14 as on April 1st, 2014. ഈ സ്ഥാപനത്തിൽ 1,800 അംഗങ്ങളുണ്ട്. ഓരോരുത്തരും 200 രൂപ വീതം ആനുവൽ സബ്സ്ക്രിപ്ഷൻ നൽകേണ്ടതാണ്. അപ്പോൾ ആകെ 1,800 മെമ്പേഴ്സാണുള്ളത്. ഓരോരുത്തരും എത്ര രൂപ വെച്ചാണ് മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കേണ്ടത്? 200 രൂപ വെച്ചിട്ടാണ്. ഇനി ₹8,000 were in arrears for 2013-14 as on April 1st, 2014 എന്ന് വെച്ചാൽ എന്താണ്? 2014 ഏപ്രിൽ 1 ആ വർഷത്തേക്കുള്ള 8,000 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതായത് പ്രീവിയസ് ഇയറിലെ 8,000 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ കിടപ്പുണ്ടായിരുന്നു. 8,000 രൂപ കിട്ടാൻ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ കിട്ടിയിരിക്കുന്ന തുകയും ഓരോ വർഷവും തേം വെച്ചിട്ട് തിരിച്ചും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നെല്ലാം ഇനിയും സബ്സ്ക്രിപ്ഷൻ്റെ കിട്ടാനുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് ഇയറിലെ പ്രീവിയസ് ഇയറിലെ നമുക്ക് കിട്ടാനുള്ളതെല്ലാം മുഴുവൻ കിട്ടിയിട്ടുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് തരം തിരിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണെന്നൊന്ന് നോക്കാം.
അപ്പോൾ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ നോക്കുക, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 1st April 2014 അതല്ലേ പ്രീവിയസ് ഇയറിൽ കിട്ടാനുണ്ടായിരുന്നത്. ഇവിടെ നോക്കിക്കുക എത്രയാണ്, 8,000 rupees ആണ് പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നത്. പ്രീവിയസ് ഇയറിലെ 2,000 രൂപയായിരുന്നു കിട്ടാനുണ്ടായിരുന്നത്. അതിൽ എത്ര രൂപ കിട്ടി നോക്കിക്കുക, റെസീപ്റ്റ് സൈഡിൽ 13-14 പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 7,200 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. പ്രീവിയസ് ഇയറിൽ ഓൾറെഡി കിട്ടിയ എമൗണ്ട് 7,200. 8,000 രൂപയായിരുന്നു കിട്ടാനുണ്ടായിരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ എത്ര രൂപ ഇനിയും കിട്ടാൻ കിടപ്പുണ്ട്, 800 രൂപ കൂടി ഇനിയും പ്രീവിയസ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അല്ലേ. അപ്പോൾ ഉണ്ടോ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 1st April 2014 8,000. അപ്പോൾ ഈ 8,000 എന്ന് പറയുന്നത് എവിടെ എഴുതേണ്ടതുമാണ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്നതല്ലേ. അതായത് കഴിഞ്ഞ വർഷത്തെ 8,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടാൻ കിടക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും അല്ലേ. അത് തന്നെയാണല്ലോ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഈ 8,000 വരണം. പിന്നെ അപ്പോൾ ഇത്രയും കിട്ടാനുണ്ടായിരുന്നു. അതിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 13-14 എന്ന് പറഞ്ഞാൽ 7,200 ആണ്. നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നോക്കിയാൽ ഇത് കിട്ടും. അപ്പോൾ 8,000 നിന്ന് 7,200 കുറച്ചെന്നാൽ ഇനി എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, 800 രൂപ ഇനിയും പ്രീവിയസ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ കിട്ടാൻ കിടക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ഇനി നമുക്ക് കറണ്ട് ഇയറിലെ മുഴുവൻ കിട്ടിയിട്ടുണ്ടോ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ആകെ മെമ്പേഴ്സിന്റെ എണ്ണം 1,800. ഓരോരുത്തരും പേ ചെയ്യേണ്ടത് 200 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഫോർ ദി ഇയർ എൻഡഡ് 31st March 2015, അതായത് നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ആകെ പരിസംഖ്യയായിട്ട് കിട്ടേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു ആനുവൽ സബ്സ്ക്രിപ്ഷൻ, അതായത് 1,800 ഇൻറ്റു 200 എന്ന് വരും. അപ്പോൾ എത്രയാണ്, 3,60,000 രൂപയാണ് കറണ്ട് ഇയറിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ലഭിക്കേണ്ടുന്ന ആകെ തുക എന്ന് പറയുന്നത്. ഇതിൽ എത്ര രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എവിടെ നോക്കിയാൽ കിട്ടും, നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ 14-15 എത്ര രൂപ കിട്ടിയെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ, 3,37,600 രൂപയാണ് ഈ കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള തുക. അപ്പോൾ ആകെ കിട്ടേണ്ടുന്ന തുക 3,60,000. അതിൽ നിന്ന് നമുക്ക് ലഭിച്ച തുക 3,37,600. അപ്പോൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഇനിയും എത്ര രൂപ കൂടി കിട്ടാനുണ്ട്, 22,400 അല്ലേ. അതായത് 3,60,000 നിന്ന് 3,37,600 കുറച്ചാൽ ഇനിയും 22,400 രൂപ കൂടി കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് മനസ്സിലാവും. അപ്പം നമ്മൾ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31st March 2015 ഇൻക്ലൂഡിംഗ് പ്രീവിയസ് ആൻഡ് കറണ്ട് ഇയർ, പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും കൂടെ ഉൾപ്പെടെ ഇനിയും സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ലഭിക്കാൻ കിടക്കുന്ന തുക എന്ന് പറയുന്നത് 800 പ്രീവിയസ് ഇയറിലെ, അത് പ്ലസ് കറണ്ട് ഇയറിലെ 22,400. അപ്പം രണ്ടും കൂടെ ചേർത്ത് 23,200 രൂപ ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ കിടപ്പുണ്ട്. ആ കിട്ടാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എവിടെയും പോകേണ്ടതാണ്, നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പോകേണ്ടതാണ്. ക്ലിയർ? ഈ ആകെ കിട്ടാനുള്ള ഈ സബ്സ്ക്രിപ്ഷൻ കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും ഉൾപ്പെടെ ആ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. ഇവിടെ ഓപ്പണിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതേണ്ടതാണ്. ക്ലിയർ? ഇനി ഇതാ ഇവിടെ 15-16 സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയിട്ടുണ്ട്. അതായത് വരുന്ന നെക്സ്റ്റ് ഇയറിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആണ്. അത് നമുക്ക് ഈ അക്കൗണ്ടിങ് ഇയറിൽ കിട്ടിയിരിക്കുന്നതാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് എന്താ, ഒരു ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത് വെച്ചാൽ അതെന്താണ്, ബാധ്യതയല്ലേ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടതാണ്. ഈ 12,000 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. ഇനി നമുക്ക് സെക്കൻഡ് ഇൻഫോർമേഷൻ നോക്കാം. On March 31st, 2015, the rates were prepaid to June 2015. The charge paid every year being rupees 24,000. 31/3/2015 ജൂൺ വരെയുള്ള റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 31/3/2015 ജൂൺ വരെയുള്ള റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് റേറ്റ്സ് വെർ പ്രീപെയ്ഡ് ടു ജൂൺ 2015. നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത് 31 മാർച്ച് 2015 ആണ്. ഇവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നത് ഏത് വരെയുള്ളതാണ്, ജൂൺ 2015 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏപ്രിൽ കഴിഞ്ഞ്
മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, പ്രീപേ ചെയ്തിരിക്കുകയാണ്. ദ ചാർജ് പെയ്ഡ് എവറി ഇയർ ബീങ് ₹24,000. ഇപ്പോൾ 24,000 രൂപ വീതമാണ് എല്ലാ വർഷവും റേറ്റ് നൽകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ചാർജ് ആണല്ലോ, ചാർജ് ഫോർ സംതിങ്. അപ്പോൾ ആ റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെൻസ് ആണ്. അപ്പോൾ ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് 24,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഒരു വർഷത്തെ റേറ്റ് ഇനത്തിൽ കൊടുക്കേണ്ടുന്ന തുകയാണ് വരേണ്ടത്. അതെന്ന് പറയുന്നത് 24,000 ആണ്. പക്ഷേ ഈ 24,000-ൽ 3 മാസത്തെ ജൂൺ 2015 വരെയുള്ളത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രീപെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രീപെയ്ഡും കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയെന്നാലാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലുമൊക്കെ അത് നമ്മൾ സെപ്പറേറ്റ് കാണിക്കേണ്ടി വരും. അപ്പോഴത് നമുക്കൊന്ന് വേർതിരിച്ചറിയണം. ഈ 24,000 ഇവിടെ കൊടുത്ത ഈ 24,000-ഉം കറണ്ട് ഇയറിലേത് അല്ല. ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് 24,000 ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയറിലെ നമുക്ക്, അതായത് പ്രീവിയസ് ഇയറിൽ പ്രീപേ ചെയ്തത് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഇയറിലേക്ക് ജൂൺ 15 വരെ അടച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. റേറ്റ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം എത്ര രൂപയാണ് റേറ്റ് നമ്മൾ അടച്ചിരിക്കുന്നത്? 24,000 രൂപ. അതിനകത്ത് പെയ്ഡ് ഫോർ 15-16 അതായത് 3 മാസത്തേത് നമ്മൾ പ്രീപേ ചെയ്തിട്ടില്ലേ, അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേ 3 മാസത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 24,000 ഇൻറ്റു 3/12. അപ്പോൾ എത്ര വരും? 6,000 വരും. അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അപ്പം നെക്സ്റ്റ് ഇയറിലായതുകൊണ്ട് നമ്മൾ ഈ 24,000-ൽ നിന്ന് ആ 6,000 എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഇയറിലേക്കുള്ള ആയതുകൊണ്ട് അത് നമ്മൾ പ്രീപേ ചെയ്തിരിക്കുന്നതാണല്ലോ, ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂർ അടച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എവിടെയും കാണിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ 24,000-ൽ നിന്ന് നെക്സ്റ്റ് ഇയറിലേക്ക് പ്രീപേ ചെയ്തിട്ടുള്ള 6,000 കുറച്ചാൽ ബാക്കിയുള്ളത് 18,000 ആണ്. ഇനി എല്ലാ വർഷവും 24,000 രൂപ വെച്ച് റേറ്റ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം അടച്ച 24,000 രൂപയിൽ ഏതും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്? 2014-15 3 മാസത്തെയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് 14-15 പറയുന്നത് ഏത് ഇയറിലെയാണ്? കറണ്ട് ഇയറിലെയാണ്. അപ്പോൾ 14-15 പ്രീപേ ചെയ്ത എമൗണ്ട് അതും 3 മന്ത് ആണ്. അതെന്ന് പറയുന്നത് 6,000 ആണ്. അത് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാകും? 24,000 ആവും. അപ്പോൾ ഈ 2014-15 ഈ പ്രീപേ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്, 14-15 പ്രീപേ ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും വരേണ്ടുന്നതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഈ 2014-15 പ്രീപേ ചെയ്ത എമൗണ്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ അസറ്റായിട്ട് വരും. ആ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണല്ലോ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാണിച്ചിരിക്കണം? ഈ 6,000 അസറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടാകണം. ക്ലിയർ? അപ്പോൾ ഈ 24,000 ആണ് ആനുവൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്നറിയാം. അതാണ് നമ്മുടെ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടതെന്നും അറിയാം. പക്ഷേ അതിൽ ഈ നെക്സ്റ്റ് ഇയറിലേക്ക് പ്രീപേ ചെയ്തതും കറണ്ട് ഇയറിലെ പ്രീപെയ്ഡും ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 എമൗണ്ടുകളും ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്കും ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്കും പോയാൽ മാത്രമാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനിയും ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഈ റേറ്റിൻ്റെ പേയ്മെൻറ്റ് ഒരു ഡയഗ്രാം വരച്ചൊന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടെ ഞാൻ ഈ ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു 2-2.5 വർഷത്തെ മന്തുകളെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ കറണ്ട് ഇയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഏപ്രിൽ 2014, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അങ്ങനെ മാർച്ച് 31, 2015 വരെ. ഇതിൽ ഇത്രയുമാണ് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നെക്സ്റ്റ് ഇയർ ആണല്ലോ. നെക്സ്റ്റ് ഇയറിലെ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ജൂൺ 3 മാസം ഇവിടെ
അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കറണ്ട് ഇയറിന്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ഏതാണ്? പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ എന്നാണ് അത് ആരംഭിക്കുന്നത്? 1 April 2013 ആരംഭിച്ച് 31 March 2014 അവസാനിക്കുന്നു. അതായത് ഒരു കറണ്ട് ഇയർ ഇത്, പ്രീവിയസ് ഇയർ ഇത് നെക്സ്റ്റ് ഇയറിലേക്ക്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആനുവൽ റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഓരോ വർഷവും റേറ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടത് 24,000 രൂപയാണ്. അപ്പോൾ കറണ്ട് ഇയറിലെ 1 ഇയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 24,000 ആണ്. പ്രീവിയസ് ഇയറിലായാലും അതെന്ന് പറഞ്ഞാൽ 24,000 ആണ്. ഇനി ഈ കറണ്ട് ഇയറിൽ നമ്മൾ 24,000 രൂപ അടച്ചിട്ടുമുണ്ട്. അത് മുഴുവനും ഈ വർഷത്തെ അല്ല, അതിൽ കുറച്ച് അടുത്ത വർഷത്തേക്കിനുള്ളതുണ്ട്. അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രീപെയ്ഡ് അപ് ടു ജൂൺ 2015. ഈ 24,000 രൂപ പേയ്മെൻറ്റ് സൈഡിൽ റേറ്റ് അടച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 24,000 ആ 24,000 എന്ന് പറയുന്നത് ജൂൺ 2015 വരെ ഉള്ളതാണ്. അപ്പം ജൂൺ 2015 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഇവിടെ മാർച്ച് 31 എൻഡ് ചെയ്യും. ഇപ്പം മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ഇനി എത്ര മാസത്തെയും കൂടെ അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട്, പ്രീപേ ചെയ്തിട്ടുണ്ട്? 3 മാസത്തെ പ്രീപെയ്ഡ് ആണ് അല്ലേ? അപ്പോൾ 3 മന്തിലെ പ്രീപെയ്ഡ് ആണ്. അപ്പോൾ 24,000 രൂപയിൽ 3 മന്തിൻ്റെ പ്രീപെയ്ഡ് എങ്ങനെയാണ് കാണുന്നത്? 24,000 × 3/12, അതായത് 6,000. അപ്പോൾ ഈ 6,000 റുപ്പീസ് നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അടച്ചിട്ടുള്ള 24,000 ഈ 6,000 റുപ്പീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ് അല്ലേ? നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അപ്പം നെക്സ്റ്റ് ഇയറിലേക്കുള്ളതായതുകൊണ്ട് ഈ 6,000 എന്ത് ചെയ്യണം? 24,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യണം അല്ലേ? അത് മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് ഈ വർഷത്തെ നമ്മളുടെ അടവിൽ 24,000 കറണ്ട് ഇയറിൽ എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 18,000 ആണ്. കറണ്ട് ഇയറിൽ 18,000 ആണ്. ഈ 6,000 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണെന്ന് മനസ്സിലായി. ഇനി ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷവും അടച്ചിരിക്കുന്നത്. എല്ലാ വർഷവും 24,000 രൂപ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. കണ്ട, അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയറിലും 24,000 ആണ് അടച്ചിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അടച്ചു എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് പ്രീപേ ചെയ്തിരിക്കുന്നത് എന്ന് വരെയായിരിക്കും? ജൂൺ 2014 വരെയായിരിക്കും. അതായത് ഇവിടെ എല്ലാ വർഷവും ജൂലൈ 1 തൊട്ട് ജൂൺ ലാസ്റ്റ് വരെയുള്ള റേറ്റാണ് അടച്ചിടുന്നത്. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയറിൽ ജൂൺ 2014 വരെയുള്ള റേറ്റ് അടച്ചിട്ടിട്ടുണ്ട്. അതിൽ നോക്കിക്കേ, ഈ ജൂൺ 2014 എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്ന 1 April 2014 ആണ് അല്ലേ? അപ്പോൾ മാർച്ച് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ഈ 24,000 രൂപയിൽ 6,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർലിയാണ് അല്ലേ? അപ്പോൾ ഈ കറണ്ട് ഇയർലിയാണ് ഈ കിടക്കുന്ന 6,000 എന്ന് പറയുന്നത്. ഈ 6,000 കറണ്ട് ഇയറിലേക്ക് അടച്ചിട്ടിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇത് കറണ്ട് ഇയർലി ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി റേറ്റ് ഇനത്തിൽ അടച്ചിരിക്കുന്നത് 24,000 ആണ്. അതിൻ്റെ കൂടെ കറണ്ട് ഇയർലി ആയതുകൊണ്ട് ഈ 6,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ വർഷം പ്രീപേ ചെയ്ത ഈ 6,000 ഈ വർഷത്തെ 18,000 അത് രണ്ടും കൂടെ ചേർത്താൽ ഇപ്പോൾ എത്രയായി? ഒരു ഇയറിലെ റേറ്റ് എന്ന് പറയുന്നത് 24,000 നമ്മൾ അടച്ചില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ റേറ്റിൻ്റെ പേയ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയറിൽ 18,000. അപ്പോൾ ഈ 6,000 എന്ന് പറയുന്നത് അതിന് മുൻപ് അടച്ചിട്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഇവരുടെ ഈ റേറ്റ് പേയ്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ റേറ്റ് ആകെ അടച്ചിട്ടുള്ളത് 24,000. അതിൽ 15-16 പേ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. ഈ 3 മാസത്തെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ ഈ 14-15 പ്രീപേ ചെയ്തു എന്ന് പറയുന്നത് അത് നമ്മുടെ കറണ്ട് ഇയറിലെയാണ്. അതെന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അത് നമ്മുടെ കറണ്ട് ഇയറിലേക്കുള്ളതല്ലേ? ക്ലിയർ? നെക്സ്റ്റ്, തേർഡ്, there was an outstanding telephone bill for ₹1,400 on March 31, 2015. 2015 മാർച്ച് 31 ഇനിയും ഒരു 1,400 രൂപ കൂടി ടെലിഫോൺ ബില്ല് ഇനത്തിൽ കൊടുക്കാൻ കിടപ്പുണ്ട്. ഇനിയും ടെലിഫോൺ ബില്ല് മാർച്ച് 31, 2015 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ഡേറ്റിൽ ഇനിയും 1,400 രൂപ കൂടി ടെലിഫോൺ ബില്ല്
അടയ്ക്കാൻ കിടപ്പുണ്ട്, കുടിശ്ശിക കിടപ്പുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏത് ഇയർലിയാണ്? നമ്മുടെ ഈ വർഷത്തെ തന്നെയാണ്, കറണ്ട് ഇയർലി ആണ് അല്ലേ. അപ്പോൾ ഈ ടെലിഫോൺ ബിൽ ഇനത്തിൽ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുള്ള എമൗണ്ട് ഇവിടെ പേയ്മെന്റ് സൈഡിൽ ടെലിഫോൺ ചാർജസ് പറഞ്ഞ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4000. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ടെലിഫോൺ ബിൽ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അപ്പം ടെലിഫോൺ ചാർജ് പെയ്ഡ്, ഓൾറെഡി പെയ്ഡ് 4000 ആണ്. അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റിൽ ഇനിയും കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് കറണ്ട് ഇയർലി ആണ്. അതുകൊണ്ട് 1400 എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ടെലിഫോൺ ബില്ല് ഇനത്തിൽ ഈ വർഷത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 5400 ആണെന്ന് പറയും, മനസ്സിലാവും. അപ്പോൾ ഈ 5400 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അതിൽ ഈ ക്ലോസിംഗ് ഡേറ്റിൽ ഇനിയും കൊടുക്കാനുള്ള ടെലിഫോൺ ബില്ല് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ഇനിയും ടെലിഫോൺ ബില്ല് 1400 രൂപ കൊടുക്കാനുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഈ ഓർഗനൈസേഷൻ്റെ ബാധ്യതയാണ് അല്ലേ. അപ്പം ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാനുള്ളതായതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഫോർത്ത്, ഔട്ട്സ്റ്റാൻഡിംഗ് സൺട്രി എക്സ്പെൻസസ് ആസ് ഓൺ March 31, 2014 ടോട്ടൽഡ് ₹2800. അതായത് 31 മാർച്ച് 2014 സൺട്രി എക്സ്പെൻസ് ഇനത്തിൽ കൊടുക്കാനുള്ള ആകെ തുക എന്ന് പറയുന്നത് 2800 രൂപയാണ്. 31 മാർച്ച് 2014 എന്ന് പറയുമ്പോൾ ഏത് ഇയറാണ്? പ്രീവിയസ് ഇയർ ആണ് അല്ലേ. അതായത് പ്രീവിയസ് ഇയറിലെ സൺട്രി എക്സ്പെൻസ് ഇനിയും 2800 രൂപ കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലാണ്. 31 മാർച്ച് 2014 അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലാണ്. അപ്പം എന്ത് ചെയ്യണം? നമുക്കിവിടെ സൺട്രി എക്സ്പെൻസ് ഇനത്തിൽ ആകെ കൊടുത്തിട്ടുള്ള തുക ഇവിടെ തന്നിട്ടുണ്ട്. എത്ര രൂപയാണ്? ആകെ പേയ്മെൻറ്റ് 37,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ആ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിൽ കൊടുക്കാനുണ്ടായിരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ലെസ് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയറിലല്ലേ. അപ്പോൾ സൺട്രി എക്സ്പെൻസ് 37,000 ആണ് ഓൾറെഡി പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ 2800 എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 മാർച്ച് 2014 അതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെയാണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 37,000 നിന്ന് 2800 കുറച്ചെന്നാൽ ബാക്കി ഈ വർഷത്തെ സൺട്രി എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 34,200 ആണ്. അപ്പോൾ ഈ ഡേറ്റിലെ, അതായത് 31/3/2014 അതായത് പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അത് എവിടെയും കാണിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ. അതായത് കഴിഞ്ഞ വർഷം കുടിശ്ശിക കടന്നതല്ലേ. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എവിടെയും വരും? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ് അല്ലേ. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഡേറ്റിൽ പ്രീവിയസ് ഇയറിലായതുകൊണ്ട് അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഫിഫ്ത്ത്, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ആസ് ഓൺ March 31, 2014 വാസ് ₹2,000. 2014 മാർച്ച് 31 അതെന്ന് പറയുമ്പോൾ എന്നാണ്? കഴിഞ്ഞ വർഷം അവസാനം അല്ലേ. എത്ര രൂപയുടെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ട്? 2000 രൂപയുടെ. കഴിഞ്ഞ വർഷം അവസാനം വെച്ചുവരിക്കുന്ന സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് ഈ വർഷത്തെ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 2000 ഉണ്ട്. അതുപോലെ ഓൺ March 31, 2015 ഇറ്റ് വാസ് ₹3,600. 2015 മാർച്ച് 31 അവസാനിക്കുമ്പോൾ സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3,600 ആണ്. 2015 മാർച്ച് 31 എന്ന് പറയുമ്പം നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റിൽ, അതായത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിൽ മിച്ചമുള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ. അപ്പം 3,600 ഉണ്ട്. ഇനി ഈ വർഷം സ്റ്റേഷനറി ഐറ്റംസ് എത്ര രൂപയുടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്? കണ്ടോ, സ്റ്റേഷനറി 16,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം 16,000 രൂപയുടെ പർച്ചേസ് ഉണ്ട്. ഓപ്പണിങ്ങിലെ കുറച്ച് ഇരിപ്പുണ്ട്, ക്ലോസിങ്ങിൽ ഇത്ര രൂപ മിച്ചമുണ്ട്. നമുക്ക് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ചാർജ് ചെയ്യേണ്ടത്? എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റേഷനറി കൺസ്യൂംഡ് ഡ്യൂറിങ് ദി ഇയർ ആണ് അല്ലേ. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ തന്നിട്ടുള്ളത് കാരണം നമ്മൾ ഇതിൽ എത്ര രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് ഉപയോഗിച്ചിട്ടുണ്ട്, കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നോക്കിക്കേ. കാൽക്കുലേഷൻ ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ്.
അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എത്രയാണ്? 2000. ഇവിടെ തന്നിട്ടുണ്ടല്ലോ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെ എത്രയാണ്? 2000 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ വർഷം വാങ്ങിച്ചത് എവിടെ നിന്നാണ് കിട്ടുന്നത്? പേയ്മെൻറ്റ് സൈഡിൽ കണ്ടോ, എത്ര രൂപയുടെ വാങ്ങിച്ചിട്ടുണ്ട്? 16,000 രൂപയുടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ഡ്യൂറിംഗ് ദ ഇയർ 16,000 ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ എത്ര രൂപയുടെ സ്റ്റേഷനറി നമുക്ക് അവൈലബിൾ ആണ് ഉപയോഗിക്കാൻ പാകത്തിന്? 18,000 സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അവൈലബിൾ ആണ്. ഇനി ആ വർഷം അവസാനിക്കുമ്പോൾ എത്ര രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് മിച്ചമുണ്ട്? 3,600 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് മിച്ചമുണ്ട്. അപ്പോൾ ആ മിച്ചമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചെന്നാൽ ബാക്കി 14,400 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ് ആണ് നമ്മൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ് എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആസ് സ്റ്റേഷനറി കൺസ്യൂംഡ് എന്ന് പറഞ്ഞ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട തുക എത്രയാണ്? 14,400. ക്ലിയർ? ഇനി ഇതിലെ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത്, അതായത് ഈ വർഷം അവസാനം മിച്ചിരിക്കുന്ന ഈ 3,600 രൂപയുടെ സ്റ്റേഷനറി ഐറ്റംസ്, അത് നമ്മൾ എവിടെ കാണിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അതുപോലെ ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എന്ന് പറയുന്നത് അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ക്ലിയർ? നെക്സ്റ്റ് 6th, ഓൺ മാർച്ച് 31st, 2014 ബിൽഡിംഗ് സ്റ്റുഡ് അറ്റ് ₹4 lakh and it was subject to depreciation at the rate 2.5% per annum. 2014 മാർച്ച് 31 4 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് 2.5% ഡിപ്രീസിയേഷനും പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്കറിയാം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അസറ്റാണ് അല്ലേ? അപ്പോൾ അതിന് 2.5% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറയുമ്പോൾ ആ ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടുന്ന ഐറ്റം ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 4 lakh ആണ്. 4 lakh × 2.5 ഡിവൈഡഡ് ബൈ 100 ഇപ്പോൾ എത്ര വരും? 10,000 ആണ് ഈ ബിൽഡിങ്ങിൻ്റെ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10,000 rupees എവിടെ കാണിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ അല്ലേ? ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഈ ബിൽഡിങ് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂയിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? അസറ്റ് സൈഡിലോട്ട് എഴുതാനായിട്ട്. ക്ലിയർ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ എഴുതുമ്പോൾ 4 lakh തന്നെ കാണിക്കണം. ആ വർഷം അവസാനിക്കുമ്പോഴാണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 10,000 ചാർജ് ചെയ്ത ശേഷം നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ ബിൽഡിങ്ങിൽ നിന്ന് ഈ 10,000 ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിൻ്റെ വാല്യൂ എത്ര തന്നെ കാണിക്കണം? 4 lakh തന്നെ കാണിക്കണം. കാരണം നമുക്ക് മാർച്ച് 31 2014 മാർച്ച് 31 ഉള്ളതാണ് അല്ലേ? അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പണിങ്ങിലുള്ള ബിൽഡിംഗ് ആണ്. ഇനി നെക്സ്റ്റ് 7th, ഇൻവെസ്റ്റ്മെന്റ് ഓൺ മാർച്ച് 31st, 2014 സ്റ്റുഡ് അറ്റ് ₹8 lakh. 2014 മാർച്ച് 31 8 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ് അല്ലേ? അപ്പോൾ 2014 മാർച്ച് 31 ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെന്ന് പറയുമ്പോൾ അപ്പം നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഈ 8 lakh വരേണ്ടതാണ്. അതുപോലെ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെയും അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആണല്ലോ. അപ്പോൾ ഓൺ 31st March 2014 ഈ 8 lakh ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും വരണം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതിന് നമുക്ക് ഈ ഇൻഫോർമേഷൻ കൂടി വായിച്ചു നോക്കണം. On March 31st, 2015, income accrued on investment purchased during the year amounted to ₹1,500. 2015 മാർച്ച് 31 ഇനിയും ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും എന്ത് കിട്ടാനുണ്ട്? ആ ഇൻകം കിട്ടാണ്ട് അക്രൂഡ് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അത് എത്രയാണ്? 1,500 രൂപയാണ് അല്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ ഓൾറെഡി എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻകം കിട്ടിയത് റെസീപ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. 56,000 രൂപ ഈ നിക്ഷേപത്തിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് 56,000 രൂപ ഇൻകം കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇനിയും എത്ര രൂപയും കൂടി കിട്ടാനുണ്ടെന്നാണ് അർത്ഥം. 1,500 രൂപ കൂടി ഈ വർഷം കിട്ടേണ്ടതുണ്ട് അല്ലേ? അതായത് അക്രൂഡ് ഇൻകം ആണല്ലേ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. അക്രൂഡ് ഇൻകം ഓൺ കറണ്ട് ഇയർ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ കറണ്ട് ഇയർ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും എത്ര രൂപയാണ് ടോട്ടൽ ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആസ് പെർ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് 56,000 56,000 രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്.
അതിൻ്റെ കൂടെ ഇനി കിട്ടാനുള്ള ഈ അക്രൂഡ് ഇൻകം 1500 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 57,500. അപ്പോൾ 57,500 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഈ ടോട്ടൽ കിട്ടേണ്ടുന്ന എമൗണ്ട്. അതിൽ ഈ അക്രൂഡ് ഇൻകം, ഇനി കിട്ടാനുള്ള ഇൻകം എന്ന് പറയുന്നത് എവിടെയും കൂടി കാണിക്കണം. ഈ 1500 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എന്തെന്നും പറഞ്ഞ് കാണിക്കണം? അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഈ 1500 കാണിക്കണം. ഇനി നമ്മുടെ ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എങ്ങനെയാണ് കാണിക്കേണ്ടത്? നോക്കിക്കേ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് 8 lakh, അതായത് ഓപ്പണിങ്ങിലുള്ള ആ 8 lakhന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. ഇനി അതുകൂടാതെ ഇവിടെ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് 2,50,000. ആ 2,50,000 കൂടി നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. അപ്പോൾ ഓപ്പണിങ്ങിൽ 8 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടാതെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും, അതാണ് പേയ്മെന്റ് സൈഡിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2,50,000 വന്നിരിക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ഇപ്പോൾ 10,50,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത്രയും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. അപ്പം 10,50,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഉണ്ട്. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റിൽ പ്ലസ് ഇനി ഈ ഒരു അക്രൂഡ് ഇൻകം, ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഈ ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, അതിൽ നിന്ന് കിട്ടാനുള്ള ഈ 1500 എന്ന് പറയുന്നത് അതും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡ്രോ ചെയ്യാം. നോക്കിക്കേ, ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2015. എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കിക്കേ, സാലറീസ് ആൻഡ് വേജസ് 83,200. സൺട്രി എക്സ്പെൻസ് ഓൾറെഡി കൊടുത്തിരിക്കുന്നത് 37,000 ആണ്. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2014 ഉണ്ടോ? അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലാണ്. അത് ഡിഡക്ട് ചെയ്തിട്ട് 34,200 എഴുതിയിരിക്കുന്നു. അതുപോലെ സ്റ്റേഷനറി കൺസ്യൂംഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് 2,000 ഉണ്ട്. അതിൻ്റെ കൂടെ പർച്ചേസസ് അത് 16,000 ആഡ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്ത് 14,400 എന്തായിട്ട് കാണിച്ചിരിക്കുന്നു? ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ റേറ്റിൻ്റെ ഓൾറെഡി കൊടുത്തിരിക്കുന്ന എമൗണ്ട് 24,000. അതിൽ നിന്ന് പെയ്ഡ് ഫോർ 2015-16 എന്ന് പറയുമ്പോൾ അതേതാണ്? നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അതെന്ത് ചെയ്തിരിക്കുന്നു? ലെസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കൂടെ 2014-15 പ്രീപേ ചെയ്തിരിക്കുന്നത് അതെന്ന് പറയുന്നത് കറണ്ട് ഇയറിലെയാണ്, അത് ആഡ് ചെയ്യുന്നു. അപ്പം ആനുവൽ റേറ്റ് എന്ന് പറയുന്നത് 24,000 അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ടെലിഫോൺ ചാർജസ് 4,000 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി കൊടുക്കാനുള്ള 1,400 ചേർത്ത് 5,400. ഓഡിറ്റ് ഫീസ് 6,000 ഉണ്ട്. ബില്ലിങ്ങിൻ്റെ ഡെപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 10,000. അതും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തതാണ്, അതും ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് എക്സ്പെൻഡിച്ചറുകൾ വരുന്നത്. ഇനി ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വർഷം 2014-15 കിട്ടിയിരിക്കുന്നത് 3,37,600 നമ്മുടെ ഈ ചോദ്യത്തിനകത്ത് തന്നിട്ടില്ലേ? 14-15 3,37,600. ഇനി അതിൻ്റെ കൂടെ ഈ വർഷം ഇനിയും കിട്ടാനുള്ളത് 22,400. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. അതായത് 1,800 മെമ്പേഴ്സാണുള്ളത്. 200 രൂപ വെച്ച് 3,60,000 കിട്ടേണ്ടതാണ്. അതിൽ 3,37,600 ഓൾറെഡി കിട്ടി. അപ്പോൾ ഇനി ബാക്കി കിട്ടാനുള്ളത് 22,400. അതുകൂടെ ചേർത്ത് ആകെ നമുക്ക് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന ഇനത്തിൽ കിട്ടേണ്ട തുക 3,60,000. ഇനി ലോക്കർ റെന്റ് 58,000 ഉണ്ട്. ഇൻകം ഫ്രം റീഫ്രഷ്മെന്റ്, അതുപോലെ തന്നെ റവന്യൂ ഫ്രം റീഫ്രഷ്മെന്റ്. അപ്പം നമുക്ക് അത് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. കാരണം നമുക്ക് ഇവിടെ റീഫ്രഷ്മെന്റ് ഇനത്തിൽ നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻകം എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്കത് ഇൻകം ആയിട്ട് കാണിക്കാം. അപ്പോൾ ഈ റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് ഇവിടെ ഇട്ട് കാണിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻകം ഫ്രം റീഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ റിസീവ് സൈഡിൽ കണ്ടോ എത്രയുണ്ട്? 56,000 ഉണ്ട്. അപ്പോൾ ഇൻകം ഫ്രം റീഫ്രഷ്മെന്റ് 56,000 ആണുള്ളത്. ഇൻകം അല്ല, റവന്യൂ ഫ്രം റീഫ്രഷ്മെന്റ് 48,000 ആണ് കേട്ടോ. വായിച്ചോ, മാറിപ്പോയതാണ്. 56 എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ.
അപ്പോൾ റവന്യൂ ഫ്രം റീഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 48,000 ആണ്. അപ്പോൾ അത് നോക്കിക്കേ, ഇൻകം സൈഡിൽ കാണിച്ചിരിക്കുന്നു റവന്യൂ ഫ്രം റീഫ്രഷ്മെന്റ് 48,000. ഇനി റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എവിടെ എത്ര തന്നിരിക്കുന്നത്? 37,500. അപ്പോൾ അത് കുറച്ചിട്ടുള്ള എമൗണ്ട് 10,500. അതാണ് ഇനി ബാക്കി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. അത് ഇൻകം സൈഡിൽ. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം ഇവിടെ കാണിച്ചിട്ട് റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് ഇവിടെ കാണിച്ചാലും ആൻസർ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളുക. ഇനി അതുപോലെ തന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കണ്ടോ, ഇപ്പം ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് 56,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനിയും പക്ഷേ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നു ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് എത്ര രൂപയും കൂടി കിട്ടാനുണ്ട്? അക്രൂഡ് ഇൻകം 1,500 കൂടി കിട്ടാനുണ്ട്. അങ്ങനെ ടോട്ടൽ 57,500 രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി കിട്ടിയ 56,000, ഇനിയും കിട്ടാനുള്ള 1,500. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയും 1,500 രൂപ കൂടി കിട്ടാനുണ്ടെന്ന്. ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 5,02,000 വരും. അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് ഇത്രയും എക്സ്പെൻഡിച്ചറുകൾ ഡിഡക്ട് ചെയ്തെന്നാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറയുന്നത് 3,24,800 എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണമെങ്കിൽ അതിന് മുൻപ് നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ March 31, 2014 വരും. അപ്പോൾ ഓപ്പണിങ്ങിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം ലിസ്റ്റ് ചെയ്യുക. ഓപ്പണിങ്ങിലെ അസറ്റ്സ് നമുക്കറിയാം ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? 41,000. കണ്ടോ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രകാരം ഓപ്പണിങ്ങിലെ ബാലൻസ് എത്രയാണ്? 41,000. അത്രയും ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് പിന്നെ സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയേഴ്സ്, അതായത് ഓപ്പണിങ്ങിലെ അരിയർ, സബ്സ്ക്രിപ്ഷൻ്റെ അരിയർ എന്ന് പറയുന്നത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നല്ലോ. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ ആകെ എത്ര കിട്ടാനുണ്ടായിരുന്നു? 8,000. അപ്പോൾ അത് മുഴുവൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്നല്ലോ, ഓപ്പണിംഗിൽ ഇത്രയും കിട്ടാനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ 8,000 സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. പിന്നെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 2,000. ഓപ്പണിങ്ങിലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അതെന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്നത് ഈ 2,000, അത് 2,000. പിന്നെ റേറ്റ് പ്രീപെയ്ഡ്, ഇവിടെ റേറ്റ് പ്രീപേ ചെയ്തിരിക്കുന്ന എമൗണ്ട് 2014-15 പ്രീപേ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരുന്നതാണ്. അപ്പോൾ അതുണ്ട് 6,000. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പണിംഗ് ഡേറ്റിൽ ഇവിടെ തന്നിട്ടില്ലേ, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന്. ഇൻവെസ്റ്റ്മെന്റ് ഓൺ March 31, 2014 എത്രയുണ്ട്? 8 lakh. അതെന്ന് പറയുന്നത് ഓപ്പണിങ്ങിലുള്ള അസറ്റ് ആണ്. പിന്നെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ബിൽഡിംഗ് ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയുണ്ട്? 31 March 2014 4 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ആ 4 ലക്ഷം ഇത്രയും അസറ്റ്സ് ആണുള്ളത്. ഇനി ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സൺട്രി എക്സ്പെൻസസ്, അതായത് പ്രീവിയസ് ഇയറിലെ സൺട്രി എക്സ്പെൻസസ് കൊടുക്കാനുണ്ടായിരുന്നത് 2,800 ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്നതല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലോട്ടും എഴുതണം. അതായത് 2,800 രൂപ കഴിഞ്ഞ വർഷം സൺട്രി എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് കുടിശ്ശികയായിരുന്നു. അതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരണ്ടേ, അതുകൊണ്ട്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആൻഡ് വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആൻഡ് വേജസ് എവിടെയാണ് കിടക്കുന്നത്? കണ്ടോ, ഈ 4,800 എന്ന് പറയുന്നത് 13-14 ആയിരുന്നു. അതെന്ന് പറയുന്നതും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ് 4,800. അപ്പോൾ ഇത്രയും ലയബിലിറ്റീസ് ആണുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 12,87,000 രൂപയുടെ അസറ്റ്സ് ആണുള്ളത്. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഇത്രയും ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞെന്നാൽ ബാക്കി വരുന്ന ഫിഗർ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ 12,49,400 രൂപയാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് ആണ് കേട്ടോ. ബാലൻസിങ് ഫിഗർ ഇതാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി കണ്ടുപിടിച്ചത്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് കിട്ടി. ഇനി നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഡേറ്റ് എന്ന് വരും? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ March 31, 2015 അല്ലേ? ഈ ഡേറ്റിലല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യുക. അസറ്റ്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ ക്ലോസിംഗിൽ നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഇതെന്താണ്? ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ് അല്ലേ, ഈ 53,300. അപ്പോൾ അത് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു.
ഇനി ക്ലോസിങ്ങിലെ സബ്സ്ക്രിപ്ഷന്റെ അരിയർ അത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 23,200. അതായത് കറണ്ട് ഇയറിലെ പ്രീവിയസ് ഇയറിലെ ഇൻക്ലൂഡിങ് കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ March 31st, 2015. പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും കിട്ടാനുണ്ട് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ് അല്ലെ. അതിൽ പ്രീവിയസ് ഇയറിലേത് 800 കറണ്ട് ഇയറിലെ 22,400. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 23,200 അപ്പൊ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കണ്ട സബ്സ്ക്രിപ്ഷൻ ഇൻ അരിയേഴ്സ് ഇതുവരെ ഇനി അരിയർ ഉള്ളതെന്ന് പറഞ്ഞാൽ 23,200 രൂപയാണ്. ഇനി സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ക്ലോസിംഗ് ഡേറ്റിലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അതെന്ന് പറയുന്നത് എത്രയുണ്ട്? 3,600 ഉണ്ടോ. അപ്പൊ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ റേറ്റ്സ് പ്രീപെയ്ഡ് അതെന്ന് പറയുന്നത് ഏതാ? നെക്സ്റ്റ് ഇയറിലേക്ക് പ്രീപേ ചെയ്തിരിക്കുന്ന ഒരു എക്സ്പെൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് പ്രീപേ ചെയ്തിരിക്കുന്നതാണ് അല്ലേ. അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ അത് 6,000 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. നെക്സ്റ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ഇനിയും എത്ര രൂപയും കൂടെ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്? 1,500 കിട്ടാനുണ്ട്. അതെന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എഴുതുമ്പോൾ ഇനി എന്താണ്? നേരത്തെ ഓപ്പണിങ്ങിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് അതിന്റെ കൂടെ ഈ വർഷം വീണ്ടും 2,50,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായി? 10,50,000 രൂപയായി. കണ്ടോ, നമ്മളിവിടെ പറഞ്ഞില്ലായിരുന്നു അത് തന്നെ. പിന്നെ ഡിപ്രീസിയേഷൻ ബിൽഡിങ്ങിന് 4 ലക്ഷം രൂപയായിരുന്നു വിലയുള്ളത്. അതിൽ നിന്ന് നമുക്ക് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് വേണം എഴുതാൻ. അപ്പം 3,90,000 ഡിപ്രീസിയേഷൻ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി 60,000 രൂപയുടെ ഒരു ലാൻഡ് നമ്മൾ ഫ്രീ ഹോൾഡ് ലാൻഡ് ഇതെവിടെ പർച്ചേസ് ചെയ്തിട്ടില്ലേ? ഫ്രീ ഹോൾഡ് ലാൻഡ് 60,000 അതും നമ്മുടെ അസറ്റ് അല്ലേ. അപ്പൊ അതും അസറ്റ് സൈഡിൽ എഴുതണം. ഇനി ലയബിലിറ്റീസിൽ ടെലിഫോൺ ബില്ല് ഇനിയും ഒരു 1,400 കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ വർഷത്തെ ബാധ്യതയാണ്. ഔട്ട്സ്റ്റാൻഡിങ് ടെലിഫോൺ ബില്ല് ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാനുള്ള 1,400 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 12,000 എവിടെ കിടക്കുന്നു? കണ്ടോ, റെസീപ്റ്റ് സൈഡിൽ നമ്മൾ 15/16 സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് എന്താ? ലയബിലിറ്റി ആണ്. അതെന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരേണ്ടതാണ് ഈ 12,000. അതാണിത്. ഇപ്പൊ ഇനി എന്താണ് എഴുതാനുള്ളത്? ഇനി ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി കണ്ടുപിടിച്ചു. എത്രയാണ് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട്? 12,49,400. അപ്പോൾ അത് എഴുതുന്നു. അതിൻ്റെ കൂടെ ഇവിടെ സർപ്ലസ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 3,24,800 സർപ്ലസ് ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. 15,74,200 കിട്ടുന്നു. ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ 15,87,600 രൂപയുടെ അസറ്റ്സും അത്രയും തന്നെ ലയബിലിറ്റീസും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ക്ഷമയോടെ ചെയ്തു പഠിക്കുക. ഇങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. മനസ്സിലാക്കി ചെയ്തു പഠിക്കുക. നമുക്ക് എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നമുക്ക് അനായാസം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.